ഈ ഓണ ദിവസം മാതൃഭൂമി ന്യൂസിനൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനെത്തുന്ന രണ്ട് അതിഥികൾ, രണ്ടുപേരും സ്പെഷ്യലാണ്. രണ്ടുപേരെയും കാണുന്നതിന് മുമ്പ് ഒരു ക്ലൂ തരാം. അതിലൊരാൾ ഈ ആഘോഷകാലത്ത് വൻതോതിൽ മദ്യവിൽപ്പന നടത്തി സർക്കാർ ഖജനാവിലേക്ക് കോടികൾ എത്തിക്കുന്നയാൾ. മറ്റേയാൾ ഈ ആഘോഷകാലത്ത് മദ്യപിച്ച് റോഡിലിറങ്ങിയാൽ അപ്പോൾ തന്നെ പിടിച്ച് പെറ്റിയടിക്കുന്നയാൾ. അപ്പോൾ രണ്ടുപേരെയും കാണാം, അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം സാർ. നമസ്കാരം. പ്ലീസ് കം. ഓണത്തിന് നമുക്ക് പുറത്ത് നിൽക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഗാർഡനും. ഒന്ന് ഇരുന്നിട്ട് പോകാമല്ലോ. വേണ്ട, ഇവിടെ നിൽക്കാം. അപ്പം ഇത് ഹർഷിത അട്ടലൂരി IPS, ഇത് CH നാഗരാജു IPS. നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് കുറച്ചു പേർക്ക് അറിയാം. അതറിയാത്തവരും നമ്മുടെ പ്രേക്ഷകരിൽ ഉണ്ടാകും. അപ്പോൾ അവരെ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് സംസാരത്തിലേക്ക് കടക്കാം. ആദ്യം ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞത് നിങ്ങളെക്കുറിച്ച് ഈ ഓണത്തിനുള്ളൊരു പ്രത്യേകതയാണ്. മേഡം ഈ ഓണത്തിന് മദ്യവിൽപ്പന നടത്തി സർക്കാർ ഖജനാവിലേക്ക് കോടികൾ എത്തിക്കുന്ന ആളാണ്. സാറ് മദ്യം കഴിച്ചിട്ട് പുറത്തിറങ്ങുന്നവരെ പിടിച്ച് പെറ്റിയടിക്കുന്ന ആളാണ്. മാത്രമല്ല മേഡം ഇപ്രാവശ്യം ബെക്കോ ജീവനക്കാർക്ക് 1 ലക്ഷം രൂപ ബോണസും കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഇത്രയും ബോണസ് വാങ്ങിക്കുന്ന വേറെ സർക്കാർ ജീവനക്കാരെ കാണില്ല. അപ്പോൾ എങ്ങനെയാണ് മേഡത്തിന് ഇപ്രാവശ്യം ഓണം അടിപൊളിയല്ലേ? അടിപൊളിയായിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിനേക്കാളും ഒരു 7% വരെ എത്തി. 7% വർധനവുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഈ ഓണ സമയത്ത് ഇനി കൂടുതൽ ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആൽക്കഹോൾ കൺസംഷൻ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയുന്നത് പോലെ പുറത്തിറങ്ങിയ പോലീസും കൂടെ പിടിക്കുമെന്ന്, അതിൽ മോട്ടോർ വാഹന വകുപ്പും കൂടെ പിടിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടെ കൊടുക്കണം. ഡ്രിങ്ക് റെസ്പോൺസിബിലി, ഡ്രൈവ് റെസ്പോൺസിബിലി, രണ്ട് മിക്സ് ചെയ്യേണ്ട. അതെ, അതാണ് സാധാരണ ഈ ആഘോഷ സമയത്താണല്ലോ കൂടുതൽ മദ്യപിച്ച് വാഹനം ഓടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നത്. ആക്സിഡന്റ് പ്രിവെൻഷൻ ആണല്ലോ. അതുകൊണ്ട് നമ്മൾ കർശനമായി ഇംപ്ലിമെന്റ് ചെയ്യും. പോലീസ് ആണെങ്കിലും MVD ആണെങ്കിലും സേഫ്റ്റി, റോഡ് സേഫ്റ്റി ഉറപ്പാക്കണം. വർഷങ്ങളായിട്ട് ഇപ്പം കേരളത്തിൽ താമസിക്കുകയാണ്. മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയുടെ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ആന്ധ്രയിൽ നിന്ന് വന്നവരാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ഓണാഘോഷമൊക്കെ ഇത്രയും കാലത്തെ? ഞങ്ങളുടെ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ 4-5 സദ്യകളായി. ഫാമിലി മെമ്പേഴ്സിൻ്റെ ആയിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഓണം ഞങ്ങളുടെ നാട്ടിലില്ല. മഹാബലി എന്ന ലെജൻഡ് ഞങ്ങൾക്കുണ്ട്, ആന്ധ്രയിലുണ്ട്. പക്ഷെ അദ്ദേഹം ഞങ്ങൾ സംക്രാന്തി സമയത്താണ് വരുന്നത്. അത് ജാനുവരി മാസം പൊങ്കൽ എന്ന് പറയും തമിഴ്നാട്ടിൽ. ഞങ്ങൾ സംക്രാന്തി അവിടെയും മഹാബലി വരും. ഈ ടൈമിലല്ല. 3 ദിവസങ്ങൾ തങ്ങിയിട്ടാണ് അദ്ദേഹം പോകുന്നത്. ആ സമയത്ത് ഞങ്ങൾ വലിയ കോലങ്ങളാണ് ഇടുന്നത്. ഫസ്റ്റ് ദിവസം അദ്ദേഹം വന്നാൽ ഞങ്ങളൊരു ചക്രവ്യൂഹം എന്ന് പറയും. അത് ചക്രവ്യൂഹം അറിയാമല്ലോ സംസ്കൃതത്തിൽ, ഇറ്റ് ഇസ് ലൈക്ക്. അപ്പൊ അതിനകത്ത് അദ്ദേഹത്തെ ഇരുത്തിട്ട് ഞങ്ങൾ ബന്ധിക്കും. അപ്പൊ പുറത്ത് പോകാൻ പാടില്ല, മാവേലി ഇനി ഇറങ്ങണ്ട എന്ന്. പിന്നെ 2ാമത്തെ ദിവസം ഈ എന്താ പറയാ, നമ്മുടെ പീഠ, ചെറിയൊരു സ്റ്റൂളാണ്, പീഠമാണ്. അങ്ങനത്തെ ഒരു ഇതാണ്, രംഗോലിയാണ് ഞങ്ങൾ ഇടുന്നത്. ഇത് ഈ ചക്രവ്യൂഹം എന്ന് പറയുന്നത് രംഗോലിയാണോ? രംഗോലിയാണ്. നമ്മുടെ ഈ ഓണത്തിനിടുന്ന അത്തപ്പൂക്കളം പോലെ. അവിടെ മാവേലി രംഗോലി പുറത്തേക്ക് ഇറങ്ങണ്ട, നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന പോലെയാണ്. 3ാമത്തെ ദിവസം രഥമായിരിക്കും. രഥത്തിന്റെ ബൊമ്മയാണ് വരയ്ക്കുന്നത്. വരച്ചിട്ട് പിന്നെ 1 മാസം വരെ രഥങ്ങളായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം രഥസപ്തമി ദിവസം അദ്ദേഹം പിന്നെ തിരിച്ചു പോകും. ഈ മലയാളികൾക്ക് മാവേലി എന്ന് പറയുന്നത് ഇവിടെ ഭരിച്ചിരുന്ന ഒരു രാജാവാണ്. ആ സമയത്ത് സമൃദ്ധിയുടെ കാലമായിരുന്നു, കള്ളമൊന്നും ഇല്ലാത്തൊരു കാലമായിരുന്നു. അപ്പൊ അവിടെയും ഈ മാവേലിയെ കുറിച്ച് അങ്ങനത്തെ കൺസെപ്റ്റ് ആണോ? അതെ, ഒരു ലെജൻഡ് ആണ്. സോ ആന്ധ്ര മാത്രമല്ല, ഞാൻ ഹിമാചൽ പ്രദേശിലെ കൂടെ മഹാബലി ഉണ്ട് ഞാൻ കേട്ടു. അതെ. അപ്പൊ എൻ്റെ ഒരു കാഡർമേറ്റ് സിദ്ധാർത്ഥ് ശാസ്നി, അദ്ദേഹം ഹിമാചൽ നാട്ടുകാരനാണ്. അദ്ദേഹം പറഞ്ഞത് ഹമേ ബി ഹേ മഹാബലി. പറഞ്ഞ മഹാബലി വാസ് ദ കിങ് ഓഫ് ദ ഹോൾ കൺട്രി, നോട്ട് ജസ്റ്റ് കേരള. അങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഓണം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ആഘോഷമാണല്ലോ ഇവിടെ. ഒരു ദേശീയോത്സവമാണെന്നാണ് കേരളത്തിന്റെ, അങ്ങനെയാണ് വെയ്പ്പ്. അപ്പോൾ അതൊരു പ്രത്യേകിച്ച് മതത്തിന്റെ ഒരു കളറൊന്നുമില്ല. അപ്പോൾ അതെങ്ങനെയാണ് സാറിനൊക്കെ ഫീൽ ചെയ്തത്? കൊലീഗ്സ് ആയിട്ടാണ് നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഒരു ബന്ദോബസ്ത് ഉണ്ടാവും. ആ ബന്ദോബസ്ത് ടൈമോ അല്ലെങ്കിൽ അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും, പോലീസ് ആണെങ്കിലും ബെവ്കോ ആണെങ്കിലും നമ്മളാണെങ്കിലും റോഡിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. പക്ഷേ 1-2 ദിവസം ടേൺ ആയിട്ട് നിങ്ങളുടെ പോലെ തന്നെ ഒരു ഓണം ആഘോഷിക്കും. ഓഫീസിൽ തന്നെ അത്തപ്പൂക്കളം ഉണ്ടാവും, അവിടെ തന്നെ നമ്മൾ പായസം സദ്യയൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഓണം എന്ന് പറയുമ്പോൾ ഒരു ഓഫീസ് കൊലീഗ്സ് ആയിട്ടുള്ള ഒരു റിലാക്സ്ഡ് അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഓണം. പക്ഷെ കേരളത്തിൽ ഇദ്ദേഹം പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഒരു മതത്തിന്റെ ഒരു ഇതില്ലാതെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു ഓണത്തിനെ ഒരു ആഘോഷിക്കാറുണ്ടല്ലോ. അത് ഞങ്ങൾക്ക് ഒരു വലിയ നന്നായിട്ടാണ് നിങ്ങൾ ഫീൽ ചെയ്തത്. കാരണം അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ചർച്ചസിൽ പോയാലും നമ്മൾ ധ്വജസ്തംഭം കാണാറുണ്ട്. പിന്നെ ഒരു കോമൺ കൾച്ചറാണ്. സോ അത് ഞങ്ങൾ വളരെ ഒരു ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കേരളത്തിന്റെ
ഈ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഈ പ്രാവശ്യത്തെ ഓണം എങ്ങനെയായിരുന്നു രണ്ടുപേർക്കും? സോ ഏത് ഓണമാണെങ്കിലും എൻ്റെ ഓഫീസിലെ ഹർഷിത വരും, ഹർഷിത ഓഫീസിലേക്ക് ഞാൻ പോകും. വീട്ടിലോണം ആഘോഷിക്കുമോ? സദ്യ പായസം ഉണ്ടാക്കും. പായസമൊക്കെ പിന്നെ സദ്യ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഉണ്ടാക്കാൻ അമ്മമാർക്കും പിന്നെ ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് ഇതുവരെ പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടില്ല. സാമ്പാർ ഇപ്പം കോമൺ ആയിരിക്കും അല്ലേ? ആന്ധ്രയിലും സാമ്പാർ സാമ്പാർ ഉണ്ടാവും, common ആണ്. കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്. അവിയൽ കോമൺ അല്ലല്ലോ. അവിയൽ നിങ്ങൾക്ക് അറിയാം. കോമൺ അല്ല. അവിയൽ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടത് അതെ. ആയിരിക്കും. എങ്ങനെയുണ്ട് അവിയൽ കഴിച്ചിട്ട്? ന്യൂട്രീഷ്യസ് ആൻഡ് ടേസ്റ്റി ആൻഡ് വെരി സാറ്റിസ്ഫൈങ്. പിന്നെ എനിക്ക് തോന്നുന്നത് എല്ലാം പിന്നെ എൻ്റയർ കൺട്രിയിൽ ബെസ്റ്റ് പായസം നമുക്ക് കേരളത്താണ്. സോ ഇത്രയും പിന്നെ വെറൈറ്റീസ് ഓഫ് പായസങ്ങളും ഉണ്ടാവുന്നത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ ആയിരിക്കും. പാൽ പായസം ഇസ് ദ ടേസ്റ്റിയസ്റ്റ്. പയറ് ഷീ ലൈക്സ് പാൽ പായസം. ഞാൻ മാത്രം പുളി പാൽ പായസം ഈസ് ഹർ ഫേവറേറ്റ്. ഈ പാൽപ്പായസത്തിനൂടെ തിരുവനന്തപുരത്തുകാർക്ക് ഒരു വേറെ സാധനം കൂടെ ഉണ്ട്, ബോളി എന്ന് പറയും, മഞ്ഞ ബോളി. അതെ അതെ അതെ. അത് കഴിച്ചിട്ടില്ലേ? അത് So she likes പാൽ പായസം only. So I like all ada payasam, പരിപ്പ് പായസം, kadal payasam, Pradhaman. Yes, Pradhaman. I take all the payasams. But she prefers waits for പാൽ പായസം. പിന്നെ ഓണത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വേഷമാണ്. അപ്പം മേഡം ഇപ്പോൾ കൊടുത്തേക്കുന്നത് സെറ്റ് സാരി, കേരള സാരി. അപ്പൊ അത് എങ്ങനെയാണ്? അത് ഇഷ്ടമാണോ ഉടുക്കാനൊക്കെ? അത് ഈ ആഘോഷത്തിന്റെ സമയത്ത് ഓഫീസിലൊക്കെ ഉറപ്പായിട്ട് നമ്മള് മുണ്ട്, ഞാനും മുണ്ട് ഇടും. ഓഫീസിൽ മാഡം ഇങ്ങനെ സെറ്റ് മുണ്ടുമായിരിക്കും. ഓഫീസ് സെലിബ്രേഷൻ ഇസ് ഓൾ ഓണം കൾച്ചർ. ഇപ്പൊ ഈ മുണ്ടിന്റെ കാര്യത്തില് നമ്മളിപ്പം ഈ ഇടയ്ക്കൊക്കെ വന്ന ഒരു വാചകമുണ്ട്, സിനിമയിലെ ഡയലോഗ്, എനിക്ക് മുണ്ടുടുക്കാനും അറിയാം, വേണ്ടി വന്നാൽ മടക്കി കൊത്താനും അറിയാം. അതൊക്കെ നമുക്ക് വേണമല്ലോ ഡിപ്പാർട്ട്മെന്റില്. സാറങ്ങനെ ഇപ്പം കൊച്ചിയിലും തിരുവനന്തപുരത്തും കമ്മീഷണറായിട്ടിരുന്നതാണ്. ആ സമയത്ത് അങ്ങനെ മുണ്ട് ഉടുക്കാനും മുണ്ട് മടക്കി കുത്താനും ഒക്കെ ഒരുപാട് അല്ലേ? അങ്ങനെ പറയേണ്ടി വന്നില്ല. പക്ഷെ ആവശ്യം വന്നാൽ നമുക്ക് കുത്തേണ്ടി വരുമല്ലോ. പിന്നെ നാട്ടിലേക്ക് പോയിട്ട് ചില ഫെസ്റ്റിവൽസിലൊക്കെ നമ്മള് എല്ലാവരെയും മുണ്ടിടാൻ പറയും, നമ്മൾ അങ്ങോട്ട് പറയും. അപ്പൊ അവരത് ട്രൈ ചെയ്യും. കേരളത്തിലെ പോലെ എല്ലാവരും ഫുൾ ഫോട്ടോഷൂട്ടാണ് മുണ്ടില്. ഈ മുണ്ടിന്റെ ഒരു പ്രശ്നമുണ്ട്, ഒരു നീളമുള്ള ഒരു ക്ലോത്ത് ആണ്. അത് എങ്ങനെയാണ് മലയാളികൾ ഇങ്ങനെ മടക്കി? അതെ അതെ, ഇപ്പൊ യൂട്യൂബ് ഒക്കെ ഇപ്പം ബെൽറ്റും ഒക്കെ അതെ അതെ, അല്ല ഇപ്പം ബെൽറ്റ് ഒക്കെ ഇട്ട് മുറുക്കാറുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ ബെൽറ്റും ആവശ്യമില്ല ശരിക്കും. ഇൻസ്റ്റാഗ്രാമില് യൂട്യൂബില് നോക്കിയാൽ എല്ലാ മെത്തേഡ്സ് കാണിച്ചു. അതെ അതെ സാർ, അത് വെൽക്രോ ഒക്കെ ഉണ്ടല്ലോ. വെൽക്രോ ഉണ്ട്. അതല്ലാതെ മലയാളിയുടെ ഒരു ടെക്നിക്ക് ഉണ്ട് ഇത് കൊടുക്കുന്നത്. അത് പഠിച്ചാലേ യഥാർത്ഥ മുണ്ടെടുപ്പാവും. ഞാൻ അതാണ് പഠിച്ചത്. ഇനി ഊരില്ല. അതെ അതെ. ഇപ്പൊ എത്ര വർഷമായി കേരളത്തിൽ രണ്ടുപേരും? അതായത് ഇടയ്ക്ക് ഡെപ്യൂട്ടേഷനിൽ പോയിട്ടില്ലേ? രണ്ടുപേരും വന്നു. 21-22 വർഷമായി. ഇപ്പം കേരള കേഡറിലേക്ക് വരുമ്പോൾ മസ്റ്റായിട്ട് മലയാളം പഠിക്കണമല്ലോ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു തെലുങ്കിൽ നിന്ന് മലയാളത്തിലേക്ക് വരാനുള്ള ഒരു? അക്കാഡമിയിൽ തന്നെ നമുക്ക് പഠിപ്പിക്കുമായിരുന്നു. മലയാളം ടീച്ചർ ഉണ്ടായിരുന്നു. നമുക്ക് കാഡർ അലോട്ട് ആവും. അലോട്ട് ആയ ഉടനെ അവിടെ മസൂരിയിൽ തന്നെ കാഡർ അലോട്ട് ആയ ഉടനെ അവിടെ മലയാളം ടീച്ചിങ് തുടങ്ങി. അവിടെ ഒരു ട്യൂഷൻ തുടങ്ങി അക്കാഡമിയിൽ തന്നെ. ഇത് കഴിഞ്ഞ് നാഷണൽ പോലീസ് അക്കാഡമിയിൽ അവിടെ മലയാളം ട്യൂഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്ന് എക്സാം പാസ്സാവണമല്ലോ. ഇവിടെ കേപ്പായിലെ മലയാളം ടീച്ചർ ഉണ്ടായിരുന്നു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് നമ്മൾ ഇരിക്കുമ്പോൾ ആൾക്കാരൊക്കെ എല്ലാം സംസാരിക്കുന്നത് കണ്ണൂരിലൊക്കെ ആയിരുന്നു. ഞാൻ എടക്കാട് പോലീസ് സ്റ്റേഷനിലായിരുന്നു, മാഡം കന്നപ്പുറം പോലീസ് സ്റ്റേഷനിലായിരുന്നു. അവിടെയൊക്കെ ആൾക്കാർ വന്ന് സംസാരിക്കുമ്പോൾ വേറെ നിർവാഹം ഇല്ല. പഠിക്കണം, സംസാരിക്കണം, വായിക്കണം, എഴുതണം. പിന്നെ തെലുഗുമായിട്ട് കുറച്ച് സാമ്യങ്ങളുണ്ടല്ലോ, ഒരുപാട് വാക്കുകളൊക്കെ സാമ്യമുണ്ട്. ചെറുപ്പത്തിൽ ഞങ്ങളൊരു 4 വർഷം തമിഴ്നാട്ടിലായിരുന്നു. സോ തമിഴ് അറിയാം. തമിഴും തെലുഗും പിന്നെ സംസ്കൃതം ഇതെല്ലാം ഉള്ളത് കൊണ്ട് വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. സർവീസിൽ ഒരുമിച്ച് കേരളത്തിലേക്ക് വന്നു, നിങ്ങൾ ജീവിതത്തിൽ ഒരുമിച്ച കഥയും കൂടെ പ്രേക്ഷകരോട് പറഞ്ഞാൽ അത് സർവീസിൽ വന്നതിന് ശേഷം ആണോ അതോ അതിന് മുൻപേ പരിചയം ഉണ്ടായിരുന്നു? ചെറിയൊരു പ്രണയം ഉണ്ടായിരുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഹൈദരാബാദിലായിരുന്നു. അപ്പോൾ ഒരുമിച്ച് നമ്മൾ പഠിക്കുമായിരുന്നു സിവിൽ സർവീസസിനെ. പഠിക്കുമ്പോഴാണ് നമ്മൾ കണ്ടുമുട്ടിയത്. അപ്പോൾ ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ആദ്യം ഫസ്റ്റ് അറ്റംപ്റ്റ് നമുക്ക് 2 പേർക്ക് വന്നില്ല. അല്ല, അതിനു മുമ്പ് ഇഷ്ടപ്പെട്ടു. ആദ്യം ആരാ പ്രപ്പോസ് ചെയ്തത്? അയ്യോ, ഞാൻ തന്നെ. അത് സിവിൽ സർവീസിന് അത്രയും പാടുണ്ടായിരുന്നോ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് മറുപടി കിട്ടാൻ? അത്ര പാടൊന്നും വെട്ടിട്ടില്ല. പക്ഷേ ആ ഇഷ്ടം എന്നുള്ളത് അറിയാമായിരുന്നു ശരിക്കും. ഞാനും ചോദിക്കുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് ആയിരുന്നു, സമ്മതിക്കും അതായിരുന്നു. ആ സമയത്ത് അഫ്കോഴ്സ് ഇപ്പൊ ഇങ്ങനെ ഞങ്ങളുടെ കല്യാണം ഈ സംസാരം ഉണ്ടായിരുന്നു. അപ്പോ അത് ഭയങ്കര പ്രഷറായിരുന്നു ഇദ്ദേഹത്തിന്റെ പുറത്ത്. എങ്ങനെയെങ്കിലും കിട്ടിയാൽ, കാരണം എന്റെ പിന്നെ അല്ലെങ്കിൽ എന്റെ ആർഡറും ത്രിപുരയാണ്.
അപ്പോൾ ആ സമയത്ത് GSIയിലായിരുന്നു. He was already in the job. സർവീസ് ആ സർവീസ് ആയിരുന്നു. അപ്പം മാഡം സിവിൽ സർവീസ് കിട്ടി ട്രെയിനിങ്ങിലേക്ക് പോയി. ട്രെയിനിങ്ങിലേക്ക് പോയി സാറാകെ പ്രിപ്പയർ ആവുന്നു. പ്രിപ്പയർ ആവുന്നു. പക്ഷെ അന്നേരം ഒരു എന്തായിരുന്നു അവസ്ഥ? ഒരു ടെൻഷൻ അല്ലേ. ആ. അപ്പോൾ പക്ഷെ പ്രിപ്പയർ ആയി, ദൈവാനുഗ്രഹം പറയണം, എനിക്കും കിട്ടി. അപ്പോൾ ആ അറ്റംപ്റ്റിൽ കിട്ടി കഴിഞ്ഞിട്ട് സർവീസ് കൂടെ സെയിം സർവീസ് കിട്ടി. പിന്നെ കാഡർ പിന്നീടാണ് അലോട്ട് ആവുന്നത്, മസൂരി പോയി കഴിഞ്ഞിട്ടാണ് കിട്ടി കഴിഞ്ഞപ്പോൾ. then we thought we are very lucky to. ഞങ്ങളുടെ കല്യാണത്തിന് കറക്റ്റ് 10 ദിവസത്തിന് മുമ്പാണ് ഈ റിസൾട്ട്സ് വരുന്നത്. 10 ദിവസത്തിന് മുമ്പാണ് സിവിൽ സർവീസ് എക്സാം റിസൾട്ട് ഒക്കെ വരുന്നതിന് മുമ്പ് കല്യാണം, സാറിന്റെ വരുന്നതിന് മുമ്പ് കല്യാണം ഫിക്സ് ചെയ്തു. എനിക്ക് സർവീസ് വന്നില്ല. വന്നില്ല. മാഡം ഓൾറെഡി സർവീസിലാണ്. മാഡത്തിന്റെ മിഡ് ടേം ബ്രേക്കിലായിരുന്നു. മാഡത്തിന്റെ ബാച്ച്മേറ്റ്സ് എല്ലാവരും വന്നു. നാഷണൽ പോലീസ് അക്കാഡമി ഹൈദരാബാദ്. അപ്പോൾ അവിടെ എല്ലാവരും എൻഗേജ്മെന്റ് വന്നു. ഞാൻ അതുവരെ എനിക്ക് ഐ ഓൺലി അറ്റംപ്റ്റഡ് ഇന്റർവ്യൂ ആൻഡ് ദെൻ വെയിറ്റിംഗ് ഫോർ റിസൾട്ട്. അപ്പോൾ എൻഗേജ്മെന്റ് ആയി. പിന്നെ എൻഗേജ്മെന്റിൽ നമ്മുടെ ഡേറ്റ് സെറ്റ് ആവുമല്ലോ കല്യാണത്തിന്റെ, അതിനൊരു 10 ദിവസം മുമ്പായിരുന്നു റിസൾട്ട് വന്നത്. വെഡിങ് കാർഡ് അപ്പൊ IPS ചേർത്തു. ഞങ്ങളുടെ പേരൻസ് മൊത്തം IPS വെഡിങ് കാർഡ് തിരുത്തി. അപ്പൊ രണ്ടും IPS ആയി. പോലീസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ വീട്ടിൽ? എനിക്ക് വീട്ടിൽ എൻ്റെ അച്ഛൻ SI ആയിട്ട് റിട്ടയർ ആയി. അപ്പോൾ അതല്ലാതെ എൻ്റെ ഗ്രാൻഡ് ഫാദറും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ആയിരുന്നു. പക്ഷെ മാഡത്തിന്റെ അങ്ങനെ അല്ലല്ലേ? മാഡത്തിന്റെ വീട്ടില് യൂണിഫോം ഇല്ല. ടീച്ചേഴ്സ് ആയിരുന്നു പേരൻസ്? മദർ ടീച്ചറാണ്, ഫാദർ പിന്നെ പ്രൈവറ്റ് കമ്പനി ഗോദ്രേജിലായിരുന്നു. ഗ്രാൻഡ് ഫാദർ BDO ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. സോ അദ്ദേഹമായിരുന്നു ഇൻസ്പിറേഷൻ എനിക്ക്. ഇപ്പം ഗ്രാൻഡ് ഫാദർ ആഗ്രഹിച്ചിട്ടുണ്ടാകാം സർവീസിലേക്ക് വരണമെന്ന്, പക്ഷെ അപ്പോഴും BDO ആയതുകൊണ്ട് ഒരു കളക്ടറൊക്കെ ആകണം എന്നൊക്കെയല്ലേ ആഗ്രഹിക്കുക. അപ്പം പോലീസ് ആയപ്പോഴത്തേക്ക് എങ്ങനെ? അദ്ദേഹത്തിന് വലിയ ഇതുണ്ടായിരുന്നു അല്ല. അപ്പൊ അദ്ദേഹം ആ സമയത്ത് മരണപ്പെട്ടു പോയി. പക്ഷെ അദ്ദേഹം IAS IPS സെയിം ആയിട്ട് പറയുമായിരുന്നു. സോ IPS ആയാലും നല്ലതാണ്. IPS അദ്ദേഹം ആക്ച്വലി വെരി വെരി ഒരു ഫാർ നോയിങ് പേഴ്സണാലിറ്റിയാണ്. പെൺകുട്ടി ആയതുകൊണ്ട് ഇനി എന്താ അങ്ങനെ പാടില്ല, അങ്ങനത്തെ ഒരു ആലോചന ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ പേരൻസ്ക്ക് അങ്ങനെയാണ്, രണ്ടുപേരും ഞങ്ങൾ പെൺകുട്ടികളാണ്. പക്ഷെ ഞങ്ങൾ വളർത്തുന്നത് മൊത്തം ഈ വേറെ ആൺകുട്ടി പെൺകുട്ടി എന്ന ഒരു വ്യത്യാസം ഇല്ലായിരുന്നു. കേരളത്തിലേക്ക് സർവീസിന്റെ ഭാഗമായിട്ട് വരുമ്പം പ്രത്യേകിച്ച് പോലീസിലാണ് വരുന്നത്, നേരെ ജനങ്ങളുമായിട്ട് അങ്ങ് ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ എങ്ങനെയാണ് രണ്ട് സൊസൈറ്റികൾ, ഈ നിങ്ങളുടെ അവിടുത്തെ ഒരു സൊസൈറ്റിയും കേരളത്തിന്റെ സൊസൈറ്റിയും തമ്മിൽ എന്ത് വ്യത്യാസമാണ് തോന്നുന്നത്? ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് ആ വ്യത്യാസം ഫസ്റ്റ് ടൈം മനസ്സിലാവുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷൻ അറ്റാച്ച്മെന്റ് സമയത്താണ്. പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ ജനങ്ങളെ ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ഷൻ തുടങ്ങും. അപ്പോൾ ഇവിടുത്തെ അവയർനെസ് ആണെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ആദ്യം പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ. നമ്മുടെ നാട്ടിലെ മിക്കവാറും പോലീസ് സ്റ്റേഷൻ പോകാൻ ആന്ധ്രയിൽ പോലീസ് ആണെങ്കിൽ ഒരു പേടി, പിന്നെ പോലീസിന്റെ പുറത്തുള്ള ആ ഒരു എന്താ പറയുക ട്രസ്റ്റ് കുറച്ച് കുറവാണെന്ന് പറയണം. എൻ്റെ അച്ഛൻ പോലീസിലാണ്, അതൊക്കെ എനിക്കറിയാം. പക്ഷേ പബ്ലിക്കിൽ ഇങ്ങനെ ഒരു മിസ്ട്രസ്റ്റ് ഉണ്ട്. ഇവിടെ അങ്ങനെയല്ല. പോലീസ് എന്ന് പറയുമ്പോൾ എന്ത് പ്രശ്നം വന്നാലും ആദ്യം പോലീസിനടുത്തേക്ക് പോകണം, പോലീസിനോട് പറയണം. ആ ഒരു ഡിഫറൻസ് നമ്മൾ കണ്ടു. പിന്നെ പബ്ലിക്കിലെ അവയർനെസ്, ലീഗൽ അവയർനെസ് ആയിക്കോട്ടെ, പ്രൊസീജിയർ അവയർനെസ് ആയിക്കോട്ടെ, ഒരു പരാതി എങ്ങനെ എഴുതണം, ഒരു പരാതി എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളത് ഈ ജനങ്ങളെ നോക്കിയിട്ട് നമ്മൾ പഠിച്ചു. ശരിക്കും ഇങ്ങനെ ഇത്രയും ക്ലാരിറ്റി ഉണ്ടെന്ന് അവിടുത്തെ ജനങ്ങളിലെ അത്ര ക്ലാരിറ്റി ഇല്ല എന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാനൊരു പോലീസ് സ്റ്റേഷനിലൂടെ പോയി, അവിടെ നാട്ടിലെ ഹൈദരാബാദിൽ തന്നെ. എനിക്ക് ആ ഭാഷ അറിയാം. അപ്പോൾ ഞാൻ ഒരു വേഷമൊക്കെ മാറ്റിയിട്ട് ഒരു മിർച്ചി ബജ്ജി ചെയ്യുന്ന ഒരു പയ്യൻ പോലെ ഞാൻ അവിടെ പോയി ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പോയി. എങ്ങനെ ആയിരിക്കും അവരുടെ പെരുമാറ്റം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനൊരു മിർച്ചി വണ്ടി വെക്കാൻ ഇവിടെ ഒരു സ്ഥലം തിരഞ്ഞെടുത്തു, പക്ഷെ ആൾ സമ്മതിക്കുന്നില്ല, എന്നെ അടിച്ചു. ഞാൻ അവിടെ പൈസ കൊടുക്കണമെന്ന് പറയാം. എന്നും ഞാൻ ഇത്ര പൈസ കൊടുത്താലേ ഇവിടെ വണ്ടി വെക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ പൈസ കൊടുക്കാൻ പറ്റില്ല, ഞാൻ എന്താ ചെയ്യണം? നിങ്ങൾ അവിടെ നിന്ന് വെക്കാൻ നിങ്ങൾ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വെച്ചാൽ മതി, എന്നും ഒരു ബജ്ജി പാക്കറ്റ് നമുക്ക് അയച്ചാൽ മതി, നമ്മൾ നോക്കിക്കോളാം എന്നാ പറഞ്ഞു. അപ്പോൾ എന്താണ് വ്യത്യാസം? അപ്പോൾ ആ റിയാലിറ്റി മനസ്സിലായി എനിക്ക്. സോ ഇവിടുത്തെ പോലീസ് അങ്ങനെയല്ല. മാഡം സ്റ്റേഷനിലേക്ക് വരുമ്പം എങ്ങനെയാണ്? കേരളത്തിൽ നമ്മൾ പറയുന്നത് മാട്രിലിനിയൽ സൊസൈറ്റിയാണ്, വിമൻ ഇത്ര എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷെ നമുക്ക് നാഷണൽ ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ ലോ ആണ്. നമുക്ക് കേവലം 8% ഉള്ളൂ ലേഡീസ് പോലീസിൽ. അതും പിന്നെ UP ബീഹാർ നോക്കിയാൽ 14-15% ഉണ്ട്. മിനിമം 1/3 ആണ് പറയുന്നത്. ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സൊസൈറ്റിയിൽ പകുതി ഉള്ളവർ പിന്നെ പകുതിയായിട്ട് തന്നെ വരണ്ടേ. ഔട്ട്ലെറ്റിലൊക്കെ സ്ത്രീകൾ ഇരിക്കാൻ തുടങ്ങിയത് അതെ, ഒരു 10 വർഷമായി. മാഡം വന്നിട്ട്
അവരെ കായികാഭ്യാസമൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. രാത്രിയിൽ വൈകി പോകുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഗുണം ചെയ്തോ? അവർക്ക് നല്ല ഒരു മോട്ടിവേഷൻ ആയി, ഒരു കോൺഫിഡൻസ് കിട്ടി. അതും പിന്നെ പോലീസായിട്ട് ഇത്രയും ക്ലോസ് ആയിട്ട് അവർ പെരുമാറിയിട്ടില്ല. പിന്നെ പോലീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചൊരു ഒരു ഒരു പേടി ഉണ്ടായിരുന്നു, പിന്നെ അത് മാറി. ഇപ്പം മാഡം ഇപ്പം ബെബ്കോയിൽ ഓൺലൈൻ വിൽപ്പനയെ കുറിച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പം പെട്ടെന്ന് ഒരു പൊളിറ്റിക്കൽ ഒരു കോൺഫ്ലിക്റ്റും കൂടെ വന്നു മീഡിയയിലൊക്കെ വാർത്തയായി കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ്? അല്ല, കുഴപ്പമില്ല. ലൈക്ക് ദാറ്റ് ദി തിങ് ഇസ് ലൈക്ക് മന്ത്രി സാർ ആയാലും ഹി ഈസ് വെരി വെരി ലൈക്ക് ഹി ഈസ് ഓൾവേസ് ഓപ്പൺ ടു ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ വേറെ ആയാലും ഹി ഡസ് നോട്ട് റിസ്ട്രിക്ട് ദി ഓഫീസേഴ്സ്. നമ്മുടെ അഭിപ്രായം നമുക്ക് പറയാം, അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയാൽ അദ്ദേഹം ചെയ്യും. അല്ലെങ്കിൽ അഫ്കോഴ്സ് നമ്മൾ പറയുന്നത് എനിക്ക് പറയുന്നത് ഒരു CMD ആയിട്ട് ആ ഇതിലേക്ക് എനിക്ക് പറയാം. പക്ഷേ അദ്ദേഹം ഒരു മിനിസ്റ്ററായ രീതി, പിന്നെ LSGD മിനിസ്റ്ററായ രീതിയിലും അദ്ദേഹം പല കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും. പല ഇത് ആലോചിച്ചിട്ട് ബാലൻസ് ചെയ്തിട്ടല്ലേ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നത്. സോ അത് എനിക്ക് ഒരു വിഷമം തോന്നത്തില്ല. ഇത് നമുക്ക് ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഇത് പോളിസി വിൻഡോ എന്ന് പറയും. ഓരോ പ്രാവശ്യം ആ ജനൽ അങ്ങനെ തുറക്കുന്ന മുറയ്ക്ക് നമുക്ക് പെട്ടെന്ന് ഏതെങ്കിലും ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ കാത്തിരിക്കുകയാണ്, ഒരു ദിവസമെങ്കിലും ആ ജനൽ തുറക്കും, നമുക്ക് ഓൺലൈൻ പുഷ് ചെയ്യാൻ പറ്റുവാനാണ്. അപ്പോൾ ഇനി മോട്ടോർ വാഹന വകുപ്പിന് അതൊരു എക്സ്ട്രാ ജോലിയും കൂടെ ആവുകയാണ് ഇനി. കാരണം മദ്യപിച്ച് വാഹനം ഓടിക്കില്ലല്ലോ, വീട്ടിൽ വരുന്നാല്. മലയാളികളാണ്. എങ്ങനെയാണ് മലയാളികളുടെ മദ്യപാന ശീലത്തെ നിങ്ങൾക്ക് ഒരു കണക്കൊക്കെ ഉണ്ടാവുമല്ലോ? എത്ര ഞങ്ങള് കണക്കുണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കുന്നത് ബ്രാൻഡ് ഏതാണ്. ഇപ്പൊ ജവാനാണ് മലയാളികളുടെ ഒരു വലിയൊരു എന്താ പറയുന്നത്, അവരുടെ ഒരു സ്വന്തം ബ്രാൻഡ് പോലെ കൊണ്ടുനടക്കുന്നത്. ജവാൻ എന്തെങ്കിലും സംഭവിച്ച പ്രശ്നം നമ്മൾ ഓഫീസിലേക്ക് വരും, ജവാൻ കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞു വിളിക്കും. അപ്പൊ നമ്മൾ ഇറങ്ങിയിട്ട് ഓരോ ഔട്ട്ലെറ്റിൽ പോകും. അപ്പൊ ഞാൻ വിളിച്ചിട്ടുണ്ട്, ജവാൻ കുറവാണല്ലോ മേഡം എന്താ. നമുക്ക് ഇവിടെ സൗത്തിൽ നമുക്ക് ജവാനാണ്, റമ്മാണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നത്. സൗത്ത് നോർത്തിലായാൽ ബ്രാൻഡിയാണ്. സോ ജവാൻ റം ഓഫ്കോഴ്സ് ഇപ്പോൾ ഈ ഓണ സമയത്ത് മാത്രമല്ല, ഈ ഫയർ കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രൊഡക്ഷൻ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു കണക്കുണ്ടല്ലേ സൗത്ത് കേരളത്തിന്റെ തെക്കൻ മേഖലകളിൽ റമ്മാണ്, വടക്കോട്ട് ബ്രാൻഡിയാണ്. അതെന്തുകൊണ്ടാണ് അതങ്ങനെ? അതങ്ങനെ ഇപ്പൊ ഇത് സൈക്കോളജിക്കലി സോഷ്യോളജിക്കൽ സ്റ്റഡിയാണ്. അത് എന്തുകൊണ്ടാണ് നമുക്കത് സ്റ്റഡി ചെയ്യേണ്ടി വരും. പക്ഷെ അത് തന്നെയാണ്, മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. വിസ്കി കുറവാണ് നമുക്ക്, വിസ്കി നോർത്തിൽ കൂടുതലാണ്. സോ നമ്മുടെ നാട്ടിൽ കുറവ്. വൈൻ പിന്നെ സെൻട്രൽ കേരളത്തിൽ കൂടുതലായിരിക്കും വിൽപ്പന. പിന്നെ ബിയർ ഒരു യൂണിഫോം ആയിട്ട് പോകും. പക്ഷെ കൂടുതൽ ബിയറിന്റെ കാലം മലയാളികൾ ഇഷ്ടപ്പെടുന്നത് ഹാർഡ് ലിക്കറാണ്. ഈ സ്ത്രീകള് ഇപ്പം ഒരുപാട് പരിഷ്കാരങ്ങൾ ഷോപ്പുകളിൽ വരുത്തിയിട്ടുണ്ട്, സൂപ്പർ മാർക്കറ്റുകൾ, പിന്നെ പ്രീമിയം ഷോപ്പുകൾ. അപ്പോൾ ആ സ്ത്രീകളും എണ്ണം കൂടിയോ വന്ന്? സ്ത്രീകൾ ഇപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു 75 ഷോപ്സ് ഞാൻ പോയി സന്ദർശിച്ചിട്ടുണ്ട്. ഞാൻ കൊച്ചിയിലാണ് കാണുന്നത് സ്ത്രീകൾ ഒരു ഫ്രീ ആയിട്ട് ഷോപ്പിലേക്ക് കയറി വാങ്ങുന്നത്. മറ്റേ ഏത് സ്ഥലത്തും സ്ത്രീകളെ കണ്ടിട്ടില്ല. സോ ഇങ്ങനെ ഒരു കൺവീനിയൻസ് ആയാൽ സ്ത്രീകൾക്കും വരാം, എന്നിട്ട് സാധനം എടുക്കാം. സോ ഇതിനകത്ത് സ്ത്രീകൾ മദ്യപിക്കാൻ പാടില്ല എന്ന് വേറെ റൂൾ ഒന്നും ഇല്ലല്ലോ. സോ പുരുഷന്മാർ മദ്യപിക്കുന്ന പോലെ സ്ത്രീകൾക്കും മദ്യപിക്കാം. ഇത് ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ആവും. കോൺഫ്ലിക്റ്റ് ആണ്. ഹ്യൂമൻ ബീങ്സ് ആർ they are entitled to do what they want but responsibly. ഈ പറഞ്ഞ പോലെ രണ്ടുപേരും സർക്കാരിന് ഇപ്പം സാറ് പറ്റി motor vehicle tax, അതെ ടാക്സ് 6,000 to 7,000 crores per month. We are much less than BevCo. ഈ വീട്ടിൽ നിന്ന് കോടികളാണ് സർക്കാർ. അത് നമ്മുടെ ജോലിയാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. നമ്മളെ ശമ്പളമൊക്കെ കിട്ടുന്നത് അതുകൊണ്ടാണല്ലോ. അതെ അതെ, ശമ്പളം എല്ലാവർക്കും ശരിക്കും. അതെ അതെ. ഏതായാലും ഓണത്തിന് നിങ്ങളെ കാണാൻ വേണ്ടി ഞങ്ങൾ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ നമുക്കൊരു കുറച്ച് മധുരം കൂടെ കഴിച്ചിട്ട് നിങ്ങളുടെ കൈ കൊണ്ടൊരു പായസം ഉണ്ടാക്കി തന്നാൽ ഈ ഓണത്തിന് എനിക്കാണ് കുറച്ചും കൂടെ സന്തോഷം. 2 IPSകാർ ഒന്നിച്ചുണ്ടായിരുന്ന പായസം. അപ്പൊ ഇടയ്ക്ക് ഓണക്കാലത്ത് അല്ലാതൊക്കെ പായസം കുടിക്കാറുണ്ടോ? ഉണ്ടല്ലോ, ഉണ്ടാക്കാറുണ്ട്. ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി എടുക്കാറുണ്ട്. അപ്പൊ ഈ തിരക്കിനിടയിൽ രണ്ടുപേരും നല്ല തിരക്കാണ്. അപ്പൊ രണ്ടുപേരും കുക്കിങ്ങിൽ എങ്ങനെയാണ്? അല്ല, ഒക്കേഷണലി ചെയ്യും. നമുക്ക് സൺഡേസ് വരെ കുക്ക് വരില്ലല്ലോ അന്നത്തെ ദിവസം, പിന്നെ അമ്മമാരില്ലാത്ത ദിവസം ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ഒരു ലേഡി ഉണ്ട്, അവരുണ്ടാക്കും. പിന്നെ അമ്മമാരിൽ മെയിൻ ഗൈഡൻസ് അവരാണ്. മിക്കവാറും ആന്ധ്ര ക്വസിൻ ആണ് നമ്മള് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ പുട്ടും കടലും, ബ്രേക്ക്ഫാസ്റ്റ് ആണ്. സ്റ്റ്യൂ ഇതെല്ലാം നന്നായിട്ട് ഇടിയപ്പം എല്ലാ ഐറ്റംസ് ആണ്. ഇഡ്ഡലി എന്നൊക്കെ പറയുന്നത് നമുക്ക് തമ്മിൽ വ്യത്യാസമില്ലല്ലോ, ജനറലി ഇവിടെ ഉള്ളതാണ്. അതെ. ഏതായാലും പായസം ആയി വരുന്നു.
ഈ നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ ഓണം എങ്ങനെയാണ് ട്രിവാൻഡ്രത്ത്? ഒരുമിച്ച് എല്ലാവരും മക്കളൊക്കെ ഒരുമിച്ച് വരുമോ അതോ? അല്ല, മോനിപ്പോ ഡൽഹിയിലാണുള്ളത്, മോളുണ്ട്, പിന്നെ പേരൻസ് ഉണ്ട്, ഞങ്ങളെല്ലാം ഒരുമിച്ച് ആഘോഷിക്കും. സ്മെല്ല് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി പായസമാണെന്ന് തോന്നുന്നു സാറേ. താങ്ക് യു. സോ ഹോപ്പ്ഫുള്ളി യു ലൈക്ക് ഇറ്റ്. ഹാപ്പി ഓണം. തീർച്ചയായിട്ടും ഹാപ്പി ആണ് സാർ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓ പ്ലീസ്. എന്തായാലും IPS പായസം അടിപൊളിയാണ്. ഓണത്തിന് നല്ല ടേസ്റ്റി ആയിട്ട് പായസം കുടിച്ചതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. രണ്ടുപേർക്കും, ബെബ്കോ MDക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും മാതൃഭൂമി ന്യൂസിൻ്റെ വക നിങ്ങളുടെ ഫാമിലിക്കും ഒരു നല്ല ഓണാശംസകൾ. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ എല്ലാവർക്കും, മാതൃഭൂമി ടീമിനെയും നിങ്ങളുടെ ഫാമിലീസ് എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു വെരി മച്ച്.